ഹായ് ഫ്രണ്ട്സ്, സ്വാഗതം. നമ്മളെല്ലാവരും ദിവസവും മണിക്കൂറുകളോളം സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരാണ്. എന്നാൽ നമ്മുടെ ഫോണിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന, നമ്മുടെ സമയം ലാഭിക്കാനും സ്റ്റോറേജ് കുറയ്ക്കാനും സഹായിക്കുന്ന ചില അടിപൊളി ഫീച്ചറുകളെക്കുറിച്ച് പലർക്കും അറിയില്ല. ഇന്നത്തെ വീഡിയോയിൽ സ്മാർട്ട് ഫോൺ ഉപയോക്താക്കൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട 5 ഉപകാരപ്രദമായ രഹസ്യ ഫീച്ചറുകളാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അതും വളരെ ലളിതമായി. വീഡിയോ മുഴുവനായി കാണുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി വൈകാതെ ആദ്യത്തെ ട്രിക്കിലേക്ക് പോകാം. നമ്മുടെ ഫോണിൽ ഏറ്റവും ആദ്യത്തെ ഫീച്ചർ നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററിയാണ്. ചിലപ്പോൾ നമുക്ക് ഒരുപാട് നോട്ടിഫിക്കേഷനുകൾ ഒരുമിച്ച് വരുമ്പോൾ നമ്മൾ അബദ്ധത്തിൽ സ്വൈപ്പ് ചെയ്ത് കളയാറുണ്ട്. പിന്നീട് അതെന്തായിരുന്നു എന്ന് ഓർത്ത് വിഷമിക്കേണ്ടി വരാറുണ്ട്. അതുപോലെ വാട്സപ്പിൽ ആരെങ്കിലും മെസ്സേജ് വെച്ചിട്ട് അത് ഡിലീറ്റ് ഫോർ എവരിവൺ കൊടുത്താൽ അത് എന്താണെന്നറിയാൻ നമുക്കും കൗതുകമുണ്ടാകും. ഇതിനൊരു ലളിതമായ പരിഹാരമുണ്ട്. നിങ്ങളുടെ ഫോൺ സെറ്റിംഗ്സ് തുറന്ന് നോട്ടിഫിക്കേഷൻസ് എന്ന ഭാഗത്ത് പോവുക. അവിടെ അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് എടുത്താൽ നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി എന്നൊരു ഓപ്ഷൻ കാണാം. ഇത് ഡിഫോൾട്ടായി ഓഫായിരിക്കും. ഇത് നിങ്ങൾ ഓൺ ചെയ്ത് വെച്ചാൽ മതി. ഇനി മുതൽ നിങ്ങളുടെ ഫോണിൽ വരുന്ന എല്ലാ നോട്ടിഫിക്കേഷനുകളുടെയും വാട്സപ്പിൽ ഡിലീറ്റായ മെസ്സേജുകളുടെയും ഒരു കോപ്പി കഴിഞ്ഞ 24 മണിക്കൂർ വരെ ഇവിടെ കാണാൻ സാധിക്കും. വളരെ ഉപയോഗപ്രദമായ ഒരു ഫീച്ചറാണിത്. നമ്മുടെ രണ്ടാമത്തെ ട്രിക്ക് ആപ്പുകളിലും വെബ്സൈറ്റുകളിലും വരുന്ന അനാവശ്യ പരസ്യങ്ങൾ എങ്ങനെ ബ്ലോക്ക് ചെയ്യാം എന്നതാണ്. ഗെയിമുകൾ കളിക്കുമ്പോഴോ അല്ലെങ്കിൽ ഗൂഗിൾ ക്രോമിൽ ബ്രൗസ് ചെയ്യുമ്പോഴോ ഇടയ്ക്കിടയ്ക്ക് വന്ന് ശല്യപ്പെടുത്തുന്ന പോപ്പപ്പ് പരസ്യങ്ങൾ ഒഴിവാക്കാൻ യാതൊരു ആപ്പുകളും ഇൻസ്റ്റാൾ ചെയ്യേണ്ടതില്ല. അതിനായി ഫോൺ സെറ്റിംഗ്സ് എടുത്ത് കണക്ഷൻസ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് ആൻഡ് ഇൻ്റർനെറ്റ് എന്ന ഭാഗത്തേക്ക് പോവുക. താഴെ സ്വൈപ്പ് ചെയ്താൽ പ്രൈവറ്റ് DNS എന്നത് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് പ്രൈവറ്റ് DNS പ്രൊവൈഡർ ഹോസ്റ്റ് നെയിം എന്നത് സെലക്ട് ചെയ്യുക. അവിടെ dns.artguard.com എന്ന് തെറ്റില്ലാതെ ടൈപ്പ് ചെയ്ത് സേവ് ചെയ്യുക. ഇത് ചെയ്യുന്നതിലൂടെ ആപ്പുകളിലും വെബ്സൈറ്റുകളിലും വരുന്ന ഭൂരിഭാഗം അനാവശ്യ പരസ്യങ്ങളും ഓട്ടോമാറ്റിക്കായി ബ്ലോക്ക് ചെയ്യപ്പെടും. നിങ്ങളുടെ ബ്രൗസിംഗ് സ്പീഡ് കൂട്ടാനും ഇത് സഹായിക്കും. മൂന്നാമത്തെ ഫീച്ചർ ഫോണിൽ നീളമുള്ള മെസ്സേജുകളോ നോട്ടുകളോ മലയാളത്തിൽ ടൈപ്പ് ചെയ്യാൻ മടിയുള്ളവർക്കുള്ളതാണ്. മലയാളം കീബോർഡ് വെച്ച് അക്ഷരങ്ങൾ തിരഞ്ഞു പിടിച്ച് ടൈപ്പ് ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും. എന്നാൽ നമ്മൾ സംസാരിക്കുന്നത് അതുപോലെ ടെക്സ്റ്റായി മാറിയാലോ? അതിനായി നിങ്ങളുടെ കീബോർഡിൻ്റെ സെറ്റിംഗ്സ് എടുക്കുക. അവിടെ ലാംഗ്വേജ് സെലക്ട് ചെയ്ത് മലയാളം ലാംഗ്വേജ് കൂടി ആഡ് ചെയ്യുക. ഇനി നിങ്ങൾ ഏതെങ്കിലും ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുമ്പോൾ കീബോർഡിൻ്റെ മുകളിൽ കാണുന്ന ചെറിയ മൈക്ക് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് മലയാളത്തിൽ വ്യക്തമായി സംസാരിച്ചാൽ മതി. നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകളും വളരെ വ്യക്തമായി ഇവിടെ മലയാളത്തിൽ ടൈപ്പ് ആവുന്നത് കാണാം. പഠിക്കുന്നവർക്കും ഓഫീസിൽ ജോലി ചെയ്യുന്നവർക്കും ഇത് വളരെ ഉപകാരപ്പെടും. നാലാമത്തെ ട്രിക്ക് സർട്ടിഫിക്കറ്റുകളോ ബില്ലുകളോ ഇമേജുകളോ എളുപ്പത്തിൽ സ്കാൻ ചെയ്ത് PDF ആക്കുന്നതിനെ കുറിച്ചാണ്. ഡോക്യുമെൻറ്റുകൾ സ്കാൻ ചെയ്യാൻ നമ്മൾ സാധാരണ പ്ലേ സ്റ്റോറിൽ നിന്ന് വലിപ്പമേറിയ തേർഡ് പാർട്ടി ആപ്പുകൾ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാറുണ്ട്. അതിൽ പലതിലും വാട്ടർമാർക്കോ പരസ്യങ്ങളോ ഉണ്ടാകും. എന്നാൽ നമ്മുടെ ഫോണിൽ തന്നെയുള്ള ഗൂഗിൾ ഡ്രൈവ് ഉപയോഗിച്ച് ഫോട്ടോസ്റ്റാറ്റ് മെഷീനിൽ സ്കാൻ ചെയ്യുന്നത് പോലെ ഒറിജിനൽ ക്വാളിറ്റിയിൽ സ്കാൻ ചെയ്യാം. നിങ്ങളുടെ ഫോണിലെ ഗൂഗിൾ ഡ്രൈവ് ആപ്പ് തുറക്കുക. താഴെ കാണുന്ന പ്ലസ് അല്ലെങ്കിൽ ന്യൂ ബട്ടണിൽ അമർത്തുമ്പോൾ സ്കാൻ എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഡോക്യുമെൻ്റ് ഫോട്ടോ എടുത്താൽ ഡ്രൈവ് തന്നെ അതിൻ്റെ അരികുകൾ ഓട്ടോമാറ്റിക്കായി ക്രോപ്പ് ചെയ്ത് നല്ല ഒരു സ്കാൻഡ് PDF ആക്കി തരും. അത് നേരെ നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവിലേക്ക് സേവ് ചെയ്യാനും സാധിക്കും. അഞ്ചാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഫീച്ചർ നമ്മൾ മറന്നുപോയ സോഷ്യൽ മീഡിയ പാസ്വേഡുകൾ എങ്ങനെ ഫോണിലൂടെ തന്നെ തിരിച്ചെടുക്കാം എന്നതാണ്. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് അല്ലെങ്കിൽ മറ്റ് വെബ്സൈറ്റുകളുടെ പാസ്വേഡ് മറന്നുപോയാൽ നമ്മൾ ഉടനെ ഫോർഗോട്ട് പാസ്വേഡ് കൊടുത്ത് റീസെറ്റ് ചെയ്യാറാണ് പതിവ്. എന്നാൽ ഫോണിൽ തന്നെ ഇത് സേവ് ആയി കിടപ്പുണ്ടാകും. ഇത് കാണാൻ നിങ്ങളുടെ ഗൂഗിൾ ക്രോം ബ്രൗസർ തുറക്കുക. മുകളിലെ 3 ഡോട്ടുകളിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സ് തുറക്കുക. അവിടെ പാസ്വേഡ് മാനേജർ എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ഫോണിൽ ലോഗിൻ ചെയ്ത എല്ലാ അക്കൗണ്ടുകളുടെയും ലിസ്റ്റ് കാണാം. നിങ്ങൾക്ക് ഏതിൻ്റെ പാസ്വേഡാണോ അറിയേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്ത് ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റോ പിൻ നമ്പറോ നൽകിയാൽ ആ പാസ്വേഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെട്ട ഈ 5 ഫീച്ചറുകളിൽ ഏറ്റവും ഉപകാരപ്പെട്ട ഫീച്ചർ ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ ഉപകാരപ്രദമായ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ആക്കി വെക്കുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.